ഹായ്, ഇന്ന് ഡേ 7 ആണ്. ഫ്രണ്ട്സായിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ രാവിലെ ഉള്ള ടൈമിൽ കുറേശ്ശെ നമ്മൾ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുഷപ്സ് ഫസ്റ്റ് സെറ്റ് ആക്കിയൊക്കെ സ്പീഡിൽ ഓടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാം നമ്മൾ സ്പീഡാക്കി വയ്ക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സിൽ 50 ബ്രേക്ക് എടുത്ത് വീണ്ടും 50, അങ്ങനെയാണ് ഒരു സെറ്റ് 100 ആക്കുന്നത്. ബട്ട് ഇപ്പോൾ എല്ലാം നമ്മൾ ഇപ്പം ഇന്ന് ഡേ 7 ആണ്. ഡേ 7 57 പുഷപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇമ്പ്രൂവ് ആക്കാനാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് എൻഡുറൻസ് എന്തായാലും കൂടിയിരിക്കും. എന്തായാലും നമുക്ക് നോക്കി കാണാം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ഇതനുസരിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ ഡേ 8 ആകുമ്പോൾ 58. ദെൻ നമ്മുടെ സെക്കൻഡ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും ഇത് കണക്ക് തന്നെ കുറച്ച് ആദ്യത്തെ 2 നോർമലി കാണിച്ച് ദെൻ അത് കഴിഞ്ഞ് സ്പീഡാക്കുകയാണ് നമ്മൾ സെക്കൻഡ് സെറ്റ് പുഷപ്സ്. നമ്മുടെ തേർഡ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്ത് തേർഡ് സെറ്റ് പുഷപ്സ്. ഡെയിലി നമ്മൾ ഇത്രയും ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് പ്രോപ്പർ സ്ട്രെച്ചിങ്ങും ലൂസിങ്ങും ഫുഡും റെസ്റ്റും എല്ലാം നോക്കിക്കോണം. അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മസിൽ സോർനെസ് ഉണ്ടാവില്ലേന്ന്. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ അടിക്കല്ലല്ലോ ചെയ്യുന്നത്. ഡെയിലി മോർണിംഗ് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ മസിൽസിന് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയാനൊക്കെ ഹൈപ്പർട്രോഫി അല്ല ഇതിനകത്ത്, മസിൽ എൻഡുറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമ്മൾ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. അതിനെന്തായാലും തേർഡ് സെറ്റ് കംപ്ലീറ്റ് ആയി. അതിനടുത്ത ഫോർത്ത് സെറ്റാണ്. അത് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിന്നാണ് ചെയ്തത്. 4 സെറ്റ് പുഷപ്സ്. നമ്മൾ ഫോർത്ത് സെറ്റും കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. ഫോർത്ത് സെറ്റ് കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ ലാസ്റ്റ് സെറ്റ് ഉണ്ട്. ലാസ്റ്റ് സെറ്റ് 100. എല്ലാം സ്പീഡിലാണ് നമ്മൾ അത്യാവശ്യം കാണിക്കുന്നത്. ദെൻ ലാസ്റ്റ് സെറ്റ് 100 പുഷപ്സ്. ഇതോടെ നമ്മൾ പുഷപ്സും കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ 500 ഫിനിഷ് ആയിരിക്കുകയാണ്. 500 പുഷപ്സ്. ഇന്ന് നമ്മൾ ബാഗ് വർക്കൗട്ട് ചെയ്യുന്നില്ല, പകരം പഞ്ചും പാഡ് വർക്കൗട്ടാണ്. നിതിൻ കോച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. ആക്ച്വലി ഞാൻ പാഡ് ചെയ്തപ്പോഴും ഫുൾ പവർ ഇട്ടൊന്നുമല്ല ഇടിച്ചത്. 1000 പഞ്ചസ് പവർ പഞ്ചസ് ഇടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, അതും രാത്രിയാണ്, അടുത്തൊക്കെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 1000 പഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഞാനത് ഫോളോ ചെയ്തേ ഉള്ളൂ. ഫുൾ പവർ ഇട്ടൊന്നും പിടിച്ചില്ല. പിന്നെ ഇതിനകത്ത് സ്പീഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്തു.
പിന്നെ ഇതിൽ നമ്മൾ 6 പഞ്ച് കോമ്പിനേഷൻ 50 വീതം രണ്ട് 6 പഞ്ച് കോമ്പിനേഷൻ ഇടിച്ചു. ദെൻ 4 പഞ്ചിൻ്റെ 2 കോമ്പിനേഷൻ 50 വീതം ഇടിച്ച്. അങ്ങനെയാണ് നമ്മൾ 1000 ആക്കിയത്. പഞ്ചും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് നമ്മൾ 1000 പഞ്ച് ഒന്നുകിൽ ഷാഡോ ചെയ്യാം, ഷാഡോ ബോക്സിംഗ് ഉണ്ട്, അത് നമ്മൾ ഇതേവരെ ഷാഡോ ചെയ്തിട്ടില്ല, ബട്ട് ഷാഡോ ബോക്സിംഗ് ഉണ്ട്. ദെൻ പഞ്ചിങ് ബാഗിൽ ചെയ്യാം, പഞ്ചിങ് പാഡിൽ ചെയ്യാം, വേണം മരത്തിലിടിക്കാം, ബട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങൾ ഇഞ്ചുറി ആക്കരുത്. ഞാൻ എൻ്റെ ചലഞ്ച്, ഞാൻ എൻ്റെ ബോഡി സേഫ്റ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സേഫ്റ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ആവും. അപ്പോൾ അത് ഞാൻ ആർക്കും അത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല, ആരും ഇത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇഞ്ചുറി ആകും. ഇഞ്ചുറി ആയാൽ നമ്മുടെ ബോക്സിങ് കരിയർ തന്നെ അവസാനിക്കും. ബോക്സിങ് അല്ലെങ്കിൽ നമ്മൾ ഇതണക്ക് നമ്മുടെ റിസ്റ്റ് അല്ലെങ്കിൽ നക്കിൾസ് എല്ലാം സ്ട്രെങ്ത് ആയിരിക്കണം. നമ്മളെവിടെയെങ്കിലും ഇടിച്ച് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോ ഞാനതിനെ പ്രൊമോട്ടൊന്നും ചെയ്തില്ല. ആരും ഇടിച്ചാലും ഞാൻ അതിന് സപ്പോർട്ട് 6 പഞ്ച് കോമ്പിനേഷൻ്റെ വീണ്ടും 50 പഞ്ചസായി. അങ്ങനെ ടോട്ടൽ 600. ദെൻ ഇതിൽ നമ്മൾ 4 പഞ്ച് കോമ്പിനേഷനാണ് 50 വെച്ച് അടിക്കുന്നത്. 2 ടൈം 4 പഞ്ച് കോമ്പിനേഷൻ ചെയ്തു. ബട്ട് എന്നിരുന്നാലും നമുക്ക് ഇതിനുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കാണാനൊരു ചന്തമില്ലെങ്കിൽ കൂടി നമുക്ക് അതിനുള്ള ഒരു മസിൽ എൻഡുറൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ദെൻ പഞ്ചസ് എറിയുകയാണെങ്കിൽ തന്നെ 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അത് പവറായിട്ട് ഇടിച്ചാൽ നമ്മൾ ടയേർഡാവും. ബട്ട് എന്നിരുന്നാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 800. ഇത് ലാസ്റ്റ് 200 പഞ്ചസ് കൂടാണ്. അപ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ കാര്യമാണ്. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി നമുക്ക് കമ്പാരിസൺ ചെയ്യാം. കാരണം നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ ആ ഫസ്റ്റ് ഡേയിലുള്ള നമ്മുടെ പഞ്ചും ഇപ്പോൾ ലാസ്റ്റ് ഡേയിലുള്ള നമ്മുടെ എൻഡുറൻസ് ലെവലുള്ള ആ പഞ്ചും നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാർ, കുറേ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അവരുടെ എൻഡുറൻസ് അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് നമുക്ക് കണ്ടറിയാം. 1000 പഞ്ചസ് കംപ്ലീറ്റ്. പെരുന്നാളൊക്കെ ആയിട്ട് വീട്ടിലെല്ലാവരും കൂടി കൂടിയതാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയും കിടക്കുന്നത് 100 പുള്ളപ്സ് കൂടി. നല്ല ആവി പറക്കുന്ന മട്ടൻ കബാബ്. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കി അടിക്കാം. സെക്കൻഡ് സെറ്റ്. അങ്ങനെ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ നമ്മളെ ഫുഡ് പാചകവും ദെൻ കട്ടൻ കാപ്പി നമ്മളെല്ലാം അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി. കട്ടൻ കാപ്പി. തേർഡ് സെറ്റ്. ഇന്ന് ഫുള്ള് വർക്കൗട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് റെസ്റ്റ് വേണം, ഫുഡ് വേണം. നമ്മുടെ 4th സെറ്റാണ്. ആയി. ലാസ്റ്റ് 1 more സെറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് എത്തി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. ദെൻ ഫുഡ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു.